ഗുഡ് മോർണിംഗ് എവ്രി വൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരാഴ്ചയിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കുറച്ചായിട്ട് എടുത്തിരിക്കുന്നത്. വരലക്ഷ്മി വ്രതമായിരുന്നു, എല്ലാവർക്കും അറിയാം. ഇപ്രാവശ്യം നമ്മൾ വരലക്ഷ്മി ദേവിയുടെ പൂജ സൂപ്പറായിട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ മക്കൾ ചെയ്യുന്ന പൂജയുടെ ഫോട്ടോ വീഡിയോസാണ് നേരത്തെ കണ്ടത്. ദേവിയെ ഞാൻ ഇതുപോലെയായിരുന്നു അലങ്കാരം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ കുറച്ചും കൂടി വലിയ ഇതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. മുഖം ബാക്കിയുള്ളതെല്ലാം എൻ്റെ കയ്യിൽ നേരത്തെ തന്നെ ഉള്ള കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കുറച്ചും കൂടി വലിയൊരു വിഗ്രഹമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, വരലക്ഷ്മി ദേവിയുടെ ഇതെന്ന് പറയുമ്പോൾ ആ ഒരു ഉടൽ മാത്രമായിട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ മുകളിൽ നമ്മൾ തേങ്ങയോ ഇല്ലെങ്കിൽ അരി ഇട്ടിട്ടുള്ള നമ്മൾ കലശം വെച്ചിട്ടാണ് മുഖം കെട്ടുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ദേവിയെ ഇതുപോലെയാണ് ഞാൻ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ പ്രിറ്റിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ വരലക്ഷ്മി ദേവിയുടെ വ്രതത്തിൻ്റെ ദിവസം തന്നെ സാധാരണ ഞാൻ ചെയ്യുന്ന നമ്മുടെ ദേവി പൂജ വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യുന്ന ദേവി പൂജയും കൂടി ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ രണ്ടും വെള്ളിയാഴ്ചയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങോട്ടേക്ക് വരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ദേവി പൂജ സാധാരണ പോലെ അഭിഷേകത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അഭിഷേകത്തോട് കൂടിയിട്ട് കിച്ചാപ്പു നേരത്തെ എണീറ്റു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കിച്ചാപ്പൂവിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്പോൾ ചെയ്യിപ്പിച്ചത്. സോ മക്കൾ തന്നെയാണ് വരലക്ഷ്മി പൂജയുടെ സമയത്തും മക്കളും തന്നെയാണ് ചെയ്തത്. എപ്പോഴും ഞാനൊരു പൂജ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അവൈലബിൾ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അവരെ കൊണ്ടേ ചെയ്യിപ്പിക്കാറുള്ളൂ. സോ ദാറ്റ് അവർക്കും അറിയാം, ഓക്കെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ്, അമ്മ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാറുള്ളത് എന്നുള്ളത് അവർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ്. വിനിക്ക് പറ്റാത്ത ദിവസങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. എന്നുവെച്ചാൽ മക്കൾ ചെയ്തോളും, അവരെ പഠിപ്പിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ടെൻഷനില്ല. അപ്പോൾ അങ്ങനെ പൂജാ കാര്യങ്ങളൊക്കെ അങ്ങനെ ആ ഒരാഴ്ചയിൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് ആ ആഴ്ചയിലുണ്ടായ ഒരു ഇതെന്തായിരുന്നു എന്ന് വെച്ചാൽ പിറന്നാൾ സദ്യയ്ക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പിറന്നാൾ സദ്യയ്ക്ക് ഓർഡർ വന്നപ്പോൾ തന്നെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മിനി സദ്യ അവൈലബിൾ ആണെന്ന്. അപ്പോൾ എനിക്ക് വീണ്ടും സദ്യകളുടെ ഓർഡേഴ്സ് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ പിറന്നാൾ സദ്യയുടെ അവർക്ക് മിനി സദ്യയാണ് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മിനി സദ്യ അവർക്ക് എല്ലാം കൂടിയിട്ട് ഓരോന്നാക്കി വെക്കണതിന് പകരം ഓരോ സാധനങ്ങളും ഓരോ ബോക്സിൽ വേണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാമ്പാർ, അവിയൽ, കൂട്ടുകറി, തോരൻ, മെഴുക്ക് വരട്ടി, പാലടപ്രഥമൻ, ഓലൻ, പൈനാപ്പിൾ പച്ചടി, അങ്ങനെയായിരുന്നു. പപ്പടവും ചോറും വാഴയിലയും അവർ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ അടുത്ത് ഇത് മാത്രം പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ നമ്മളുടെ അടുത്ത് മിനി സദ്യ ഓർഡർ ചെയ്തവർക്ക് നമ്മൾ ഇലയും ചോറും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സദ്യ മസാലക്കറി വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാലട ആസ് യൂഷ്വൽ. അതിലവർക്ക് ഒരു കാര്യമുള്ളത് എന്തായിരുന്നു എന്ന് വെച്ചാൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കേണ്ട. ബിക്കോസ് അമ്മയുടെ പിറന്നാളായിരുന്നു, അമ്മയ്ക്ക് മിൽക്ക് മെയ്ഡ് ഇഷ്ടമല്ല. പാല് പഞ്ചസാരയിൽ കുറുകിയിട്ടുള്ള പാല് തന്നെ വേണം എന്നായിരുന്നു അവരുടേത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തത്. നിങ്ങളുടെ ആവശ്യം എന്താണോ അതുപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കി തരാറുള്ളത്. നിങ്ങൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതാണല്ലോ ഒരു പ്രൈവറ്റ് ഷെഫ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം. സോ അതന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം സെറ്റാക്കി അവർ വന്ന് കൊണ്ടുപോകും. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, വീട് ഒന്നും കൂടി കാണിച്ചു തരുമോ, വീട്ടിൽ ഡൈനിങ് ചെയ്യാൻ പറ്റുമോ, സപ്പർ ക്ലബിലേക്ക് വരുന്ന ആൾക്കാർ വീട്ടിൽ വന്നിട്ടാണോ കഴിക്കാറുള്ളത് എന്നെല്ലാം. യെസ്, വിനീസ് കിച്ചണിൻ്റെ സപ്പർ ക്ലബ്ബ്, സൗത്ത് ഇന്ത്യൻ സപ്പർ ക്ലബിൻ്റെ പേരാണ് ഫ്ലേവേഴ്സ് ഓഫ് സൗത്ത് ഇന്ത്യ. അപ്പോൾ ഫ്ലേവേഴ്സ് ഓഫ് സൗത്ത് ഇന്ത്യയിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ടേബിൾ നിങ്ങൾ ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ മെസ്സേജ് അയക്കണം ഇൻസ്റ്റാഗ്രാമിൽ. എന്നിട്ടാണ് നിങ്ങൾ ടേബിൾ ബുക്ക് ചെയ്യുന്നത്. അതിനൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള രീതിയിൽ മെനു നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മെനു ആണ് നിങ്ങൾക്ക് ഒരു 7 കോഴ്സ് മീലായിട്ടാണ് നിങ്ങൾക്ക് സെർവ് ചെയ്യുക. അപ്പോൾ വീട് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളവർക്ക് ഇതാ ഞാൻ വീടും ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ സപ്പർ ക്ലബിൻ്റെ ഡൈനിങ് ടേബിൾ സെറ്റപ്പ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ സെറ്റപ്പ് വളരെ കോസി ആയിട്ടുള്ള സെറ്റപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഡൈനിങ് ടേബിൾ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഫുൾ ഹൗസ് ആയിരുന്നു സെറ്റപ്പിൽ. എനിക്ക് അതായത് സപ്പർ ക്ലബ് എപ്പോഴും എനിക്ക് ഫുൾ ഹൗസ് ആയിരിക്കും പൊതുവെ എപ്പോഴും ബുക്കിങ്സിൽ വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യവും അതേപോലെ തന്നെ ഫുൾ ഹൗസ് ആണ് വന്നത്. അപ്പോൾ ഫുൾ ഹൗസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്കോട് കൂടിയിട്ടാണ് ഈ സപ്പർ ക്ലബ് മെനു തുടങ്ങുന്നത്. അപ്പോൾ വാട്ട് ഈസ് എ സപ്പർ ക്ലബ്? സപ്പർ ക്ലബ് എന്ന് പറയുന്നത്
ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒട്ടും അറിയാത്ത ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മൾക്ക് ബുക്ക് ചെയ്തിട്ട് അവർ നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷമാണ് തമ്മിൽ പരിചയപ്പെടുന്നതും തമ്മിൽ അവർ അറിയുന്നതും. അങ്ങനെ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ, അവർ തമ്മിൽ പരിചയമില്ലാത്ത ആൾക്കാരെ ഒരുമിച്ച് കൂടി ചേർന്ന് വന്ന് ഒരു ടേബിളിൽ വന്നിരുന്ന് കഴിക്കുന്നതാണ് സപ്പർ ക്ലബ്സ് എന്ന് പറയുന്നത്. അതിപ്പം അറിയാത്ത ആൾക്കാർ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് കോർപ്പറേറ്റ് ആയിട്ട് ഉള്ള ആൾക്കാരും ബുക്ക് ചെയ്തിട്ടും വരാറുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ബുക്ക് ചെയ്തിട്ടും വരാറുണ്ട്. ഇപ്രാവശ്യം പൊതുവെ 90% ആൾക്കാർ തമ്മിൽ അറിയാത്ത ഗ്രൂപ്പാണ് വരാറുള്ളത്. അപ്പോൾ എൻ്റെ കോഴ്സ് ഓഫ് മീൽ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വെൽക്കം ഡ്രിങ്ക്, അത് കഴിഞ്ഞ് ഒരു സൂപ്പ്, അത് കഴിഞ്ഞിട്ടുള്ള ഓരോ മീൽസ് ആയിട്ടുള്ള രീതിയിൽ, മെയിൻ കോഴ്സസ് ആയിട്ടുള്ള രീതിയിൽ വന്നുകൊണ്ടിരിക്കും. അത് ഞാൻ ക്യൂറേറ്റ് ചെയ്ത മെനു ആണ്. ആ ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള മെനു വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ പ്യുവർ വെജ് മെനു ആയിട്ടുള്ള രീതിയിലാണോ എന്ന് ചോദിച്ചാൽ ഒരു ഡിഷ് മാത്രം നമുക്ക് പ്രോൺസ് ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഗസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇന്ന മാതിരി ഒരു ഷെൽഫിഷിൻ്റെ ഒരു ഡിഷ് ഉണ്ട്, നിങ്ങൾക്കത് ഓക്കെ ആണോ എന്ന് ചോദിക്കും. ഇൻ കേസ് അവർ പറയുകയാണ് ഇല്ല ഞങ്ങൾക്ക് ഷെൽഫിഷ് ഭയങ്കര അലർജിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ മെനുവിനെ മാറ്റും. അപ്പോൾ അങ്ങനെയാണ് സപ്പർ ക്ലബ് എന്ന് പറയുന്നത് നമുക്ക് വർക്ക് ആവുന്നത്. ഒരു സെറ്റ് ഓഫ് മെനു നമ്മൾ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ടാവും. ആ സെറ്റ് ഓഫ് മെനു ആണ് നമ്മുടെ ഡിസ്പ്ലേയിൽ ആവുന്നത്. ആ സെറ്റ് ഓഫ് മെനു ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന ആൾക്കാർ നമ്മൾ ഷെഫിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ആ ഷെഫിൻ്റെ വീട്ടിൽ നിന്ന് ചൂടോട് കൂടിയിട്ട് ഷെഫ് ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് ആ ഡൈനിങ് ടേബിളിൽ അവർ ഇരുന്നും കൊണ്ട് അവർ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അവർ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോകുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് ആ ബഹളത്തോട് കൂടിയിട്ട് പോയിട്ട് ഇരുന്ന് കഴിക്കുന്ന ആ ഒരു രീതികളൊക്കെ ഇപ്പം മാറാൻ തുടങ്ങിക്കഴിഞ്ഞു. ആൾക്കാർക്ക് അത് പ്രിഫർ ആവുന്നില്ല. കുറേ ബഹളവും കുറേ കമേഴ്ഷ്യലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടിയിട്ടുള്ളത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഷെഫിൻ്റെ വീട്ടിലേക്ക് പേഴ്സണലായിട്ട് വന്ന് അവരുടെ കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്ത് ആ ഷെഫിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിക്കാനാണ് ആൾക്കാർക്ക് താല്പര്യം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സപ്പർ ക്ലബ് എന്ന് പറയുന്നത് വർക്കാവുന്നത്. പിന്നെ ആ ആഴ്ച നടന്ന ഒരു കാര്യം, മുന്നടെ 18th ബർത്ത്ഡേ, ഓക്കെ, അവന് 18th ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ നാളല്ല ഡേറ്റ് ഓഫ് ബർത്ത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാത്രിക്ക് അവനൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ ഡെക്കറേറ്റീവ് ആയിട്ടുള്ളൊരു ബൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് മാത്രമല്ല, എനിക്ക് സപ്പർ ക്ലബും എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാനും എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു കേക്ക് കട്ട്, അവന് പൊതുവേ കേക്ക് കട്ടിങ് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് പോയിട്ട് കഴിക്കുന്നത് എൻ്റെ ജോലി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാമെന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സോ കണ്ണേട്ടനും മക്കളും മാത്രം അവൻ്റെ ബർത്ത്ഡേ ദിവസം പുറത്തേക്ക് പോയി. എന്ന് വെച്ചാൽ ഞാൻ ബിസി ആയിരുന്നു സപ്പർ ക്ലബിൽ, അതുകൊണ്ട് അവർ മാത്രം പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് സപ്പർ ക്ലബ്ബ് കഴിയാൻ തന്നെ 11:30-12:30 ആവും രാത്രി. അപ്പോൾ നെക്സ്റ്റ് ഡേ എനിക്കാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ക്ലാസ്സും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് പോവാം എന്ന് വിചാരിച്ചത്. സോ അടുത്ത ദിവസം തന്നെ എനിക്ക് കുട്ടികൾ ഉണ്ടായിരുന്നു. കുട്ടികൾ ഇപ്രാവശ്യത്തെ ക്ലാസ് എന്ന് പറയണമെങ്കിൽ വലിയ കുട്ടികളായിരുന്നു. അപ്പോൾ വലിയ കുട്ടികളുടെ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോ ഫയർ കുക്കിംഗ് അല്ല. അപ്പോൾ നോ ഫയർ കുക്കിംഗ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ആ ഒരു 3 ഡിഷും ആ കുട്ടികൾ ഉണ്ടാക്കാൻ പാകത്തിനുള്ള ലെവലായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ 3 ഡിഷ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ചീസ് ബ്രെഡും ബേക്ക് ചെയ്തിട്ടുള്ള ചീസ് ബ്രെഡും ക്രീം സൂപ്പായിരുന്നു ഫസ്റ്റ് റെസിപ്പി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സെക്കൻഡ് റെസിപ്പി എന്തായിരുന്നു എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില്ലി ഗാർലിക് നൂഡിൽസിൽ ടോഫു വന്നിട്ട് നമ്മൾ ഫ്രൈഡ് ടോഫു ഇടുന്നതായിരുന്നു രണ്ടാമത്തെ വിഭവം. മൂന്നാമത്തെ വിഭവം എന്താ നോക്കണമെന്നുണ്ടെങ്കിൽ കൊറിയൻ ഡംപ്ലിങ്സ്, അതിൻ്റെ റാപ്പായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സോ ഇതെല്ലാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ 3 റെസിപ്പിയും അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അവരൊക്കെ ഞാൻ കഴിച്ചു കാണിച്ചപ്പോൾ അവർ അതേപോലെ തന്നെ കഴിക്കണം എന്ന ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊതുവേ കുട്ടികൾ പഠിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെസിപ്പി കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കഴിക്കാനുള്ള ആ ഒരു ടൈം കൊടുക്കും. അവർക്ക് അവിടുന്ന് തന്നെ കഴിക്കാനാണ് കൂടുതലും താല്പര്യം. സോ അപ്പോൾ അങ്ങനെ
ഓരോ ഡിഷ് ഉണ്ടാക്കും. ഓരോ ഡിഷും അവർ തന്നെ ഉണ്ടാക്കിയിട്ട് അവർ തന്നെ കഴിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് നമ്മൾ കണ്ടുവരുന്നത്. സോ വലിയ കുട്ടികളാവുന്ന സമയത്ത് കുക്കിങ്ങിൻ്റെ ടൈം പീരിയഡ് കുറച്ച് കൂടും. ബിക്കോസ് എന്താ കാര്യം വെച്ചാൽ ഗ്യാസൊക്കെ യൂസ് ചെയ്ത് ഓരോരുത്തർ ടേൺ എടുത്ത് ടൈം എടുത്തിട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ടൈം എടുത്തിട്ടാണ് പാരൻസിനോട് വരാൻ പറയുന്നത് പിക്ക് ചെയ്യാനായിട്ടും. ക്ലാസ്സസൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ക്ലാസ് ആയിരിക്കും എൻ്റെ ലാസ്റ്റ്. ബിക്കോസ് എന്താ കാര്യം വെച്ചാൽ എനിക്കിനി ഒരാഴ്ചയുടെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഇനി മനുവിനെ കൊണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു വീക്കെൻഡിൻ്റെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. സോ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ക്ലാസ് ഇതോട് കൂടിയിട്ട് അവസാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കണ്ടതെന്നുണ്ടെങ്കിൽ ഇനി തിരിച്ചു വന്നതിന് ശേഷം ബാക്കി നോക്കാം എന്ന് വിചാരിക്കുകയാണ്. സോ അങ്ങനെ ക്ലാസ്സും അന്നത്തെ ദിവസം ഭംഗിയായിട്ട് പോയി. കുട്ടികൾ വളരെ നീറ്റായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കൊരു രീതിയുണ്ട് ഞാൻ എങ്ങനെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആ ഒരു എന്താ പറയുക, ആ ഒരു തിയറിറ്റിക്കൽ രീതി എങ്ങനെയാണ്, വർക്ക്ഷോപ്പ് രീതി എങ്ങനെയാണെന്നുള്ളത് എൻ്റെ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഞാൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നതും അവർ പ്രസൻറ്റ് ചെയ്യുന്നതും. അത് മാത്രമല്ല, പ്രസൻറ്റേഷൻ മാത്രമല്ല, നമ്മൾ അവർക്ക് ആ ഒരു ഡിഷിൻ്റെ ഇമ്പോർട്ടൻസ് അത് എന്തൊക്കെയാണ് അവർ അടുത്തത് ഞാൻ ഹോംവർക്കും കൊടുക്കും. അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അവർ ഓരോ ഡിഷും എനിക്ക് പ്രസൻറ്റ് ചെയ്തിട്ട് അവരുടെ വീട്ടിൽ നിന്ന് അവർ കാണിച്ചു തരും എനിക്ക്. അങ്ങനെയാണ് ഞാൻ കുട്ടികളെ പറഞ്ഞു വിടാറുള്ളത്. ബേസിക്കലി നമ്മളൊരു കുക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ എന്തെങ്കിലും എടുത്തു വിടുക എന്നുള്ളതല്ല എൻ്റെ കോൺസെപ്റ്റ്. ഒരു കുട്ടിക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ ആ കുട്ടി അത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ആ കുട്ടി വീട്ടിൽ പോയിട്ടും ആ കുട്ടിയുടെ പാരൻസിന് അത് ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ആ കുട്ടിക്ക് സ്വയം അത് ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റിയിൽ ആയിരിക്കണം നമ്മൾ ആ കുട്ടിയെ പറഞ്ഞു വിടണം എന്നുള്ള ഒരു കോൺഫിഡൻറ്റോട് കൂടിയിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. സോ ഇൻഡിവിജ്വൽ പ്രസൻറ്റേഷൻസ് അവർ എൻ്റെ അടുത്ത് ചെയ്യാറുണ്ട്. അവർക്ക് ഏതാണോ പ്രിഫർ ചെയ്യുന്നത് അവരത് ആ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രീതിയിൽ അവർ എൻ്റെ അടുത്ത് പറയണം. അതുമാത്രമല്ല, അവരെന്ത് പഠിച്ചു, അവർക്ക് എന്ത് മനസ്സിലായി, അവരെന്തൊക്കെയാണ് അതിൽ ഗ്രാസ്പ് ചെയ്തിരിക്കുന്നത്, ഞാൻ എന്തൊക്കെ നോട്ട്സാണ് അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, എല്ലാം തന്നെ ഓരോ കുട്ടികളും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ അവരെൻ്റെ അടുത്ത് ബോധിപ്പിച്ചാൽ മാത്രമേ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ അവരെ വിടാറുള്ളൂ. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു രീതി, പഠിപ്പിക്കുന്ന ഒരു രീതി. സോ ഇതൊക്കെയായിരുന്നു ഒരാഴ്ചത്തെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു.